السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا وحبيبنا محمدا عبد الله ورسوله، أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا مع الصادقين. صدق الله العظيم. من كن فيه 4 خصال كان منافقا خالصا. إذا حدث كذب، وإذ أؤتمن خان، وإذا وعد أخلف، وإذا خاصم فجرا، أو كما قال رسول الله. يا سيدي سندي غوثي ويا مددي، كلي ظهيرا على الأعداء بالمدد، مجير عرضي وخذ بيدي مدى مددي، خليفة الله فينا محي الدين. يا محي الدين، يا محي الدين، يا محي الدين عبد القادر جيلاني. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉലമാക്കളെ, ഉമറാക്കളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരന്മാരെ, സഹോദരികളെ, വിദ്യാർത്ഥികളെ, സുദീർഘമായി പ്രസംഗിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടല്ല എഴുന്നേറ്റ് നിന്നത്. നമ്മുടെ ഇന്നത്തെ ഈ വേദിയിൽ മുഖ്യ പ്രഭാഷകനായി നമ്മോട് നസീഹത്ത് പറഞ്ഞു തരാൻ വേണ്ടി ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി ഉസ്താദ് അവരുകൾ എത്തിച്ചേരും. നൗഫൽ സഖാഫി ഉസ്താദിന്റെ വഅളാണ് നിങ്ങളേവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന് മുമ്പ് ഒരല്പം കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മേലങ്കടി യൂണിറ്റ് SYS SSF ഒന്നിച്ച് നടത്തുന്ന 12 ദിവസത്തെ ആത്മീയമായ സദസ്സിന്റെ 7ാമത്തെ ദിവസമാണ് ഇന്ന്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുവരെ ഇവിടെ നടത്തിയ ആത്മീയമായ എല്ലാ പരിപാടികളും, ഇനി നടക്കാനിരിക്കുന്ന എല്ലാ പരിപാടികളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അഅ്മാലുകളെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ പ്രശ്നം ഏത് എന്ന് ചോദിച്ചാൽ വളരെ സ്പഷ്ടമായ നിലക്ക് അതിന് നമുക്ക് മറുപടി കണ്ടെത്താൻ കഴിയും. മനുഷ്യന്റെ സ്നേഹശൂന്യതയാണ് ഇന്ന് മനുഷ്യനെ അധപ്പതനത്തിലേക്ക് തള്ളിവിടുന്നത്, അധപ്പതനത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ നയിക്കുന്നത് എന്ന് നാം ആലോചിക്കണം. ഇന്ന് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും വിദ്യാഭ്യാസപരമായും ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. നമുക്കറിയാം, ഹോസ്പിറ്റലിൽ നമ്മുടെ നാടുകളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ഒന്ന് പോയി ചെന്നാൽ എത്രയോ രോഗികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മനുഷ്യന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതൊരു വിഷയം തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു, ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് ആരോഗ്യ പ്രശ്നമല്ല, ശാരീരികമായിട്ടുള്ള പ്രശ്നമല്ല. അതേപോലെ ഇന്ന് വിദ്യാഭ്യാസം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വിദ്യാഭ്യാസം വളരെ കുറവാണ്. പ്രത്യേകിച്ചും നമ്മുടെ സമൂഹം വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നോക്കമാണ്. എന്നാലും ഞാൻ പറയുന്നു, വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല, വലിയൊരു പ്രശ്നമായിട്ടില്ല. വിദ്യാഭ്യാസത്തിന്റെ വലിയൊരു പ്രശ്നം നമുക്കിന്ന് കാണുന്നില്ല. അതേപോലെ തന്നെ സാമ്പത്തികമായ പ്രശ്നം ഇന്ന് ഒരുപാട് നിലക്ക്, ഒരുപാട് രീതിയിൽ നമുക്ക് അതിനെ അറിയാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ ഇടയിൽ ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു. സുബ്ഹാനല്ലാഹ്, അത്ഭുതപ്പെട്ടു പോയി. സുഡാനിലെ 14 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒട്ടകത്തിന്റെ മലദ്വാരത്തിലേക്ക് വായ പിടിച്ച് നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഒട്ടകത്തിൽ വരുന്നതായ കാഷ്ടത്തിനെ തിന്നാൻ വേണ്ടി. ഒട്ടകത്തിന്റെ മലദ്വാരത്തിന് ഇങ്ങനെ വായ പിടിച്ച്, വായയും കൈയും ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. എന്തുകൊണ്ട്? തിന്നാൻ ഭക്ഷണമില്ലാതെ, ആഹാരമില്ലാതെ നട്ടം തിരിഞ്ഞ് അവസാനമായി ഒട്ടകത്തിൽ നിന്ന് വരുന്ന കാഷ്ടത്തെ തിന്നാൻ വേണ്ടി കൈയും വായും ഇങ്ങനെ ഒട്ടകത്തിന്റെ മലദ്വാരത്തിലേക്ക് ചാരിച്ച് പിടിച്ചു നിൽക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അത്രയും സാമ്പത്തികമായ പ്രശ്നം ഇന്ന് ലോകത്ത് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ പറയുന്നു, ലോകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്ന് സാമ്പത്തികമായ പ്രതിസന്ധിയല്ല, മറിച്ച് ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യൻ സ്നേഹിക്കുന്നില്ല. പരസ്പരമുള്ള സ്നേഹം ശൂന്യമാകുന്നുണ്ട്. മനുഷ്യനെ സ്നേഹിക്കുന്ന ആ വിഷയം മനുഷ്യനിൽ നിന്ന് അധപ്പതനത്തിലേക്ക് തള്ളിവിടുകയാണ്. അത് എവിടേക്കാണ് എത്തിയിട്ടുള്ളത്? സ്വന്തം വീട്ടിൽ തന്നെ സ്നേഹം കാണാറില്ല. മാതാപിതാക്കൾ മക്കളെ ശരിക്കുമുള്ള സ്നേഹം ഇന്ന് അവരുടെ ഹൃദയത്തിൽ കാണുന്നില്ല. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം ഇന്ന് കാണാറില്ല. അതേപോലെ തന്നെ നാട്ടിൽ ഒരു ഉമ്മാന്റെയും ഉപ്പാന്റെയും പോലെ ജീവിക്കുന്ന ജനങ്ങൾ പരസ്പരം ശണ്ട കൂടികൊണ്ട് പരസ്പരം എന്തെങ്കിലും ചില്ലറ വിഷയത്തിൽ തല്ലുണ്ടാക്കി പരസ്പരം ദേശത്തിലിരിക്കുന്നവര് കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ പരസ്പരം സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് സ്നേഹശൂന്യമാണ്. ആയതുകൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ശൂന്യമാകുമ്പോൾ മനുഷ്യനെ പരസ്പരം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ ഉണ്ടാവുകയാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മാതാപിതാക്കൾക്ക് മക്കളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, മക്കൾക്ക് മാതാപിതാക്കളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല.
അതേ ഒരു മുഅ്മിനിനിക്ക് മറ്റൊരു മുഅ്മിനിനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അങ്ങനെ ജനങ്ങൾക്ക് പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എവിടെ നോക്കിയാലും പരസ്പരം വൈരാഗ്യവും പരസ്പരം കുപ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും കളവുകളും വഞ്ചനകളും അക്രമങ്ങളും അനീതികളും മാത്രമാണ് കാണാനിടയാകുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു ചങ്ങായി എന്നോട് ഒരു സംഭവം പറഞ്ഞു. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന ഒരു വീട്ടിൽ അതാ ഭർത്താവ് ഗൾഫിലാണ്. ഭർത്താവ് വീട്ടിലേക്ക് വന്ന് 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞതിന്റെ ശേഷം ഭാര്യ നാട്ടിലാണ്. അപ്പോഴതാ ഭാര്യ അതാ പെട്ടെന്ന് ബോധരഹിതളായി വീണു. ആ വീണ സന്ദർഭത്തിൽ അതാ ഈ ഭാര്യയെ എടുത്തുകൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടുന്ന് ആ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ സ്ത്രീ, ഈ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയപ്പെട്ടു. ഭർത്താവ് ഗൾഫിൽ 2 കൊല്ലം കഴിഞ്ഞു. സ്ത്രീ 3 മാസത്തിന്റെ ഗർഭിണിയാണെന്ന് അറിയപ്പെട്ടു. ഉടനെ തന്നെ അതാ ഭാര്യ ഭർത്താവിനെ വിളിച്ചു. ഗൾഫിലാണ് ഭർത്താവ്. ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളൊന്ന് ഉടനെ ഒന്ന് വരണം, ഉടനെ നിങ്ങളൊന്ന് വരണം, നാട്ടിലേക്കൊന്ന് നിങ്ങൾ വരണം. അപ്പോൾ അതാ ഭർത്താവ് പറഞ്ഞു, എനിക്ക് വരാൻ പറ്റുന്നില്ല. ഭാര്യ പറഞ്ഞു, പറ്റൂല, എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വന്നേ പറ്റൂ. ഒരു അത്യാവശ്യമായ ഒരു വിഷയം നിങ്ങളോട് പറയാനുണ്ട്, ആയതുകൊണ്ട് നിങ്ങളൊന്ന് വരണേ. ആ സന്ദർഭത്തിൽ അതാ ഭാര്യയുടെ എന്തോ വിഷയം പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോ, വളരെ അത്യാവശ്യമായ വിഷയം പറയാനുണ്ട്, അത് ഫോണിൽ പറയാൻ പറ്റാത്ത വിഷയമാണ് എന്ന് പറഞ്ഞപ്പോ ഭർത്താവ് അതാ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വന്നപ്പോ ഭാര്യ പറയുകയാണ്, ഓ എന്റെ ഭർത്താവേ, ഞാൻ അള്ളാഹുവിനെ സത്യം ചെയ്ത് പറയുന്നു, അള്ളാഹുവിന്റെ എല്ലാ പരിശുദ്ധമായ വസ്തുക്കളെയും ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ഞാനൊരു വേണ്ടാത്തരത്തെ കാര്യത്തിലേക്ക് ഞാൻ പോയിട്ടില്ല, ഞാൻ വ്യഭിചാരത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ ഇല്ലാതെ 2 കൊല്ലമായി, ആയതുകൊണ്ട് എന്റേതാ ഡോക്ടർ എന്നോട് പറയുന്നത് നിങ്ങൾ 3 മാസത്തിന്റെ ഗർഭിണിയാണെന്നാണ് പറയുന്നത്. ഭർത്താവ് നെട്ടിപ്പോയി, എന്താ നീ പറയുന്നത്? അതേ ഡോക്ടർ പറഞ്ഞതാണ്. ഭർത്താവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതാ ഭർത്താവ് തലാഖ് ചെല്ലാൻ വേണ്ടി തയ്യാറായപ്പോ ഭാര്യ പറയുന്നു, നിങ്ങൾ എന്നോട് ചൊടിക്കരുതേ, എന്നോട് ദേഷ്യപ്പെടരുതേ, ഞാൻ അള്ളാഹുവിനെ സത്യം ചെയ്യുന്നു, ഖുർആനിനെ സത്യം ചെയ്യുന്നു, അള്ളാഹു ആദരിച്ച എല്ലാ വസ്തുക്കളെയും ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ഞാൻ ആ പണിക്ക് പോയിട്ടില്ല കേട്ടോ, ഞാൻ വ്യഭിചാരത്തിലേക്കും അസഭ്യമായ പ്രവർത്തനത്തിലേക്ക് ഞാൻ പോയിട്ടില്ല, എന്നെ നിങ്ങൾ വിശ്വസിക്കണം. അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ഹബീബിനെ വിചാരിച്ചുകൊണ്ട് എന്നെ നിങ്ങൾ ഈ കാര്യത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭാര്യ വളരെ സജ്ജനിയായ, വളരെ നല്ല സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതായ ഭാര്യയാണ്. അപ്പോൾ ഭർത്താവിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏതായാലും അവിടെ നിന്ന് പോലീസിനൊരു കേസ് കൊടുക്കുക. പോലീസിന് കേസ് കൊടുത്തപ്പോ പോലീസ് ഇൻക്വയറി ചെയ്യുകയാ. അങ്ങനെ ഈ ദമ്പതികൾക്ക് ഒരു +2 പഠിക്കുന്ന, സെക്കൻഡ് PUC പഠിക്കുന്ന ഒരു മകനുണ്ട്. ആ മകനെ വിളിച്ചൊന്ന് ഇൻക്വയറി ചെയ്യുകയാണ് പോലീസ്. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ മകൻ അവിടുന്നതാ പറയുകയാണ്, പോലീസ് സ്റ്റേഷനിൽ പറയുകയാണ്, പോലീസിനോട് പറയുകയാണ്,
ഞാനിതാ ആ ചെറുപ്പക്കാരനായ മകൻ പറയുന്നു, ആ മകനക്ക് കഞ്ചാവ് വലിക്കുന്നതായ മയക്കുമരുന്ന് കഴിക്കുന്നതായ സ്വഭാവമുണ്ടായിരുന്നു, ചീത്തമായ സ്വഭാവം. അങ്ങനെയതാ ഈ മകൻ പറയുകയാണ്, ഞാനിതാ ഒരു ദിവസം കഞ്ചാവ് വലിച്ചുകൊണ്ട് ഞാൻ മസ്തായി, പരിസരബോധം നഷ്ടപ്പെട്ടു, എന്റെ എല്ലാ അവസ്ഥകളും എന്റെ ബുദ്ധിയുടെ സ്ഥിതി തപ്പിയപ്പോൾ ഞാനെന്ന് എന്റെ മാതാവിനെ വ്യഭിചരിക്കണമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ചെന്നു. ആ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് അവിടെ നിന്നതാ മെഡിക്കലിന്റെ ഓണറോട് ഞാൻ ചോദിച്ചു, ബോധക്ഷയമാകുന്ന മരുന്നൊന്ന് തരണേ, ബോധം കെടുന്ന മരുന്നൊന്ന് തരണേ എന്ന് പറഞ്ഞു. ഞാൻ മരുന്നെടുത്തതാ ഞാൻ രാത്രി കഞ്ചാവ് വലിച്ച് വീട്ടിലേക്ക് മരുന്നും കൊണ്ടുവന്നു. അതാ ഉമ്മ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ ഞാനിതാ ഈ ബോധക്ഷയമുണ്ടാകുന്ന ഈ മരുന്നൊന്ന് പുരട്ടിക്കൊടുത്തപ്പോൾ സുബ്ഹാനല്ലാഹ്, കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്റെ ഉമ്മയതാ ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചതാ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഉമ്മ അവിടുന്ന് ബോധരഹിതനായി ഉറങ്ങുകയാണ്. പരിസരബോധമില്ലാതെ ഒരു വിഷയവും അറിയാത്ത രൂപത്തിൽ ഉമ്മ കിടക്കുകയാണ്. ഞാനതാ ഉമ്മാന്റെ അറയിൽ ചെന്ന്, ബെഡ്റൂമിൽ ചെന്ന് ഉമ്മാക്ക് ഞാൻ വ്യഭിചരിച്ചു പോയി. അങ്ങനെയതാ സുബ്ഹാനല്ലാഹ്, സ്വന്തം മകൻ ഉമ്മാനെ വ്യഭിചരിച്ചു, അതിൽ ഗർഭിണിയായി പോയി. സുബ്ഹാനല്ലാഹ്, ഇത് കാസർഗോഡിൽ നടന്ന സംഭവമാണ്. അതാ ഉമ്മ ഈ സംഭവം കേട്ട് ഉമ്മാക്ക് ഇതുവരെ ബുദ്ധിക്കൊരു സ്ഥിതി വന്നിട്ടില്ല, മാനസിക രോഗിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ എന്തായി എന്ന് അറിഞ്ഞുകൂടാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഹദിക്ക് നല്ല ആഫിയത്തും ആരോഗ്യം നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇന്ന് ലോകത്തിൽ സ്വന്തം മക്കളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സംജാതമാവുകയാണ്. സ്വന്തം മക്കൾക്ക് മാതാപിതാക്കളെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ലോകത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനൊക്കെയും കാരണം നമ്മുടെ സ്നേഹശൂന്യതയാണ്. സ്നേഹശൂന്യതയുണ്ടാകുമ്പോൾ മനുഷ്യർക്ക് പരസ്പരം വിശ്വസിക്കാൻ പറ്റാത്തതായ ഒരവസ്ഥ ഇവിടെ ഉണ്ടായിപ്പോയി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തുന്ന കാലമാണ്. ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തുന്ന കാലത്തതാ മസ്ജിദുൻ നബവിയിൽ വെച്ച് ഉമർ റളിയല്ലാഹു തആല അൻഹു അതുപോലെ തന്നെ സ്വഹാബികളും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, മസ്ജിദുൻ നബവിയിൽ ഉള്ള സമയത്ത് രണ്ട് ചെറുപ്പക്കാരതാ ഒരു വ്യക്തിയെ രണ്ട് ചുമലുകളിലേക്കും ആ വ്യക്തിയുടെ രണ്ട് ചുമകളിലേക്കും കൈകോർത്ത് പിടിച്ച് ആ മസ്ജിദുൻ നബവിയുടെ മുൻവശത്തിലേക്ക് വരികയാ. അങ്ങനെ അതാ മസ്ജിദുൻ നബവിയുടെ മുമ്പിലെത്തി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹും സ്വഹാബികളും ഈ രംഗം നോക്കി നിൽക്കുകയാണ്. ആരാ വരുന്നത്? രണ്ട് ചെറുപ്പക്കാർ ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ അതാ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്തിയപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് വന്നുകൊണ്ട് പറയുകയാണ്, ഈ രണ്ട് ചെറുപ്പക്കാർ ഈ പിടിച്ചുകൊണ്ട് വന്നതായ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ, ഈ വ്യക്തി ഞങ്ങളെ പിതാവിനെ കൊല ചെയ്ത ആളാണ്. ഇയാളെ നമ്മുടെ പിതാവിനെ കൊന്നിട്ടുണ്ട്. ആയതുകൊണ്ട് ഇയാളുടെ മേലിൽ നിങ്ങൾ പ്രതികാരമെടുക്കണം, ഇയാൾക്ക് നിങ്ങൾ ഖിസാസ് നടപ്പാക്കണമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു
ആ കൊല ചെയ്ത ആളോട് ചോദിച്ചു, അതേ ഇവർ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഇവരുടെ പിതാവിനെ കൊല ചെയ്തതാണെന്ന് എന്നോട് പറയുന്നുണ്ടല്ലോ, ഇവര് പറയുന്നത് സത്യമാണോ? ആ സന്ദർഭത്തിൽ പറഞ്ഞു, അതേ അവർ പറയുന്നത് സത്യമാണ്, ഞാൻ അവരെ പിതാവിനെ കൊന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ കൊന്നത് ഞാൻ കരുതി കൂട്ടിയിട്ടല്ല അവരെ കൊല ചെയ്തത്. ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ വിദേശത്തുകാരനാണ്. ഈ നാട്ടിലേക്ക് കച്ചവടത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അങ്ങനെ വന്നപ്പോ എന്തോ ഒരു കാര്യത്തിൽപ്പെട്ടു ഞാൻ ഇയാളെ കൊല ചെയ്തു പോയതാണ് അമീറുൽ മുഅ്മിനീൻ. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഒരാളെ കൊന്നാൽ ഇസ്ലാമിന്റെ നിയമം അയാളെ തിരിച്ചു കൊല്ലണമെന്നുള്ള നിയമം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അപ്പോൾ പറഞ്ഞു, അതേ എനിക്കറിയാം, ഒരാളെ കൊന്നാൽ തിരിച്ചു കൊല്ലണമെന്നുള്ള നിയമം എനിക്കറിയാം. പക്ഷേ ഞാനിതാ ഈ നാട്ടിലെത്തിപ്പെട്ടപ്പോൾ അങ്ങനെ ഒന്ന് കൊല ചെയ്തു പോയതാണ്, കരുതുകൂട്ടി കൊല ചെയ്തതല്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ആ സന്ദർഭത്തിൽ അതാ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ വ്യക്തി സങ്കടങ്ങൾ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ആ രണ്ട് മക്കളോട് ചോദിക്കുകയാണ്, എന്നാൽ ഈ വ്യക്തിക്ക് നിങ്ങളൊന്ന് മാപ്പ് ചെയ്തുകൂടെ? ഇയാൾ കൊല ചെയ്തത് ശരിയാണ്, പക്ഷേ ഇയാൾക്ക് നിങ്ങളൊന്ന് മാപ്പ് ചെയ്തുകൂടെ? മാപ്പ് ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലം നൽകും. വൽ ആഫീന അനിന്നാസ്, മുഅ്മിനീങ്ങൾക്കുള്ള സ്വഭാവം അവർ എന്ത് ചെയ്താലും ആരെന്ത് ചെയ്താലും അവർക്ക് അഫ്വ് നൽകുക, അവർക്ക് മാപ്പ് നൽകുക എന്നുള്ള സ്വഭാവം മുഅ്മിനിക്ക് ഉണ്ടാകുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് വലിയ പുണ്യമുണ്ടാകും, ഒന്ന് മാപ്പ് കൊടുത്തുകൂടെ? കാരണം ഇയാൾ ഈ നാട്ടുകാരനല്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഈ മക്കൾ പറയുന്നു, പറ്റൂല, നമ്മുടെ പിതാവിനെ കൊല ചെയ്ത ഇയാളെ അവർക്കെതിരെ നിങ്ങൾ ഖിസാസ് എടുത്തേ പറ്റൂ, അവർക്ക് നിങ്ങൾ പ്രതികാരം എടുത്തേ പറ്റൂ. ആ സന്ദർഭത്തിൽ അതാ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു അതേപോലെ തന്നെ അവിടെയുള്ള സ്വഹാബികളെയും മുഅ്മിനുകളെയും എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാ. എവിടത്തേക്ക്? ഖിസാസ് നടപ്പാക്കുന്ന വലിയ ഒരു മൈതാനമുണ്ട്, വലിയ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയാണ്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു. അങ്ങനെ അതാ സ്വഹാബികളും മുഅ്മിനുകളും വിശ്വാസികളും എല്ലാവരും നിൽക്കുന്ന സമയത്ത് ഈ രണ്ട് മക്കളും അതുപോലെ തന്നെ കൊല ചെയ്ത ആളെയും ആ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഹാജരാക്കുകയാണ്. ഹാജരാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയാണ്, ഇതാ ഇയാൾക്ക് ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആയതുകൊണ്ട് അവസാനമായി നിങ്ങളോട് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, ഇയാൾക്ക് നിങ്ങളൊന്ന് മാപ്പ് ചെയ്തുകൂടെ? ഇയാൾ വിദേശത്തുകാരനല്ലേ, ഒന്ന് മാപ്പ് ചെയ്താൽ വല്ലാത്ത പുണ്യമായിരുന്നു. ആ സമയത്തിലും പറയുന്നത് പറ്റൂല, നമ്മുടെ പിതാവിനെ വധിച്ച ഇയാളെ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യാൻ പറ്റൂല, ഇയാളെ നിങ്ങൾ തിരിച്ചു കൊല്ലുക തന്നെ വേണം, ഇയാൾക്കെതിരിൽ നിങ്ങൾ പ്രതികാരം എടുക്കുക തന്നെ വേണം എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ കൊല ചെയ്തതായ ഈ വ്യക്തിയോട് അവസാനമായി കൊണ്ട് പറയുകയാണ്, ഓ മനുഷ്യ, നിങ്ങളിതാ കൊല ചെയ്തതിന്റെ പേരിൽ ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് ശരീഅത്തിന്റെ നിയമമനുസരിച്ച് നിങ്ങളെ തിരിച്ചു കൊല്ലണമെന്നുള്ള നിയമമുണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാമല്ലോ. ആയതുകൊണ്ട് നിങ്ങളെ അതാ കൊല ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആയതുകൊണ്ട് നിങ്ങൾക്ക് അവസാനമായി എന്തെങ്കിലും ഒരു ഉദ്ദേശം, എന്തെങ്കിലും ഒരു ആവശ്യം, വല്ലാത്ത ഒരു ആശ നിങ്ങൾക്ക് മനസ്സിലുണ്ടോ?
എന്ന് ചോദിച്ചപ്പോ അവിടുന്നതാ ഈ കൊല ചെയ്തതായ വ്യക്തി പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, എനിക്ക് വല്ലാത്ത ഒരു ആഗ്രഹമുണ്ട് എന്റെ മനസ്സിൽ. അതെന്താണെന്നറിയോ? ഞാനിതാ എന്റെ നാടും വിട്ട് ഈ നാട്ടിലേക്ക് ഞാൻ വരുമ്പോൾ എന്റെ ഒരു ഭാര്യ, അതേപോലെ 2 ചെറിയ മക്കൾ എനിക്കുണ്ട്. അവരോടതാ ഞാൻ തിരിച്ചു വരുമെന്നുള്ള വാഗ്ദാനം ചെയ്ത് വന്നതാണ്. ആയതുകൊണ്ട് അവസാനമായി അവരെ ഒന്ന് കണ്ട് അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് തിരിച്ച് ഞാൻ വരാം. 3 ദിവസത്തിന്റെ സമയം എനിക്ക് തന്നാൽ ഈ ഒരു കാര്യം ഞാൻ ചെയ്തോളാം. 3 ദിവസത്തിന്റെ അസർക്ക്, 3-ാമത്തെ ദിവസത്തിന്റെ അസർക്ക് തീർച്ചയായും നിശ്ചയമായും ഞാൻ ഇവിടെ എത്തിയിരിക്കും. 3 ദിവസത്തിന്റെ സമയം തന്നാൽ അവസാനമായി എന്റെ ഭാര്യനെ ഒന്ന് ചുംബിച്ച്, എന്റെ മക്കളെ, പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ മക്കളൊന്ന് ചുംബിച്ച് അവരോടൊന്ന് സ്നേഹം പങ്കുവെച്ച് ഞാൻ തിരിച്ചു വരാമായിരുന്നു. ആ സന്ദർഭത്തതാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നിങ്ങൾ ഇവിടുന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ജാമ്യനിക്കൊരു ആള് വേണമല്ലോ. അതാരാണ് ഇവിടെ ഉള്ളത്? നിങ്ങളൊരു വിദേശത്തുകാരനല്ല ആയതുകൊണ്ട് നിങ്ങൾക്ക് ആരാണ് ജാമ്യം നിൽക്കുന്നത്? അങ്ങനെയതാ ഈ ചോദ്യം കേട്ടപ്പോ ഈ കൊല ചെയ്തതായ വ്യക്തി അവിടുന്ന് അവരെ അനൗൺസ് ചെയ്യുകയാണ്, ഓ ഒരുമിച്ച് കൂടിയതായ ജനങ്ങളെ, യാ മഅശിറൽ മുസ്ലിമീൻ, ഞാനിതാ 3 ദിവസം കൊണ്ട് 3-ാമത്തെ ദിവസം അസർക്ക് ഞാൻ ഇവിടെ എത്തുന്നു. അതുവരെ എന്റെ കൊല ചെയ്യാതെ എനിക്ക് ജാമ്യം നിൽക്കാൻ ഈ സംഗമത്തിൽ ആരാണ് തയ്യാറുള്ളത്? ആരാണ് മുന്നോട്ട് വരുന്നത്? ആ സന്ദർഭത്തിൽ അതാ ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല. പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം ആർക്കും പരിചയമില്ലാത്ത ഒരു വ്യക്തിയാണല്ലോ. അങ്ങനെ അതാ അല്പനേരം കഴിഞ്ഞു 2-ാമത്തെ പ്രാവശ്യം അനൗൺസ് ചെയ്യുകയാണ്, ഞാനിതാ നാട്ടിലേക്ക് പോയി തിരിച്ചു വരുന്നത് വരെ 3 ദിവസം കാലം എനിക്കാരാണോ ജാമ്യം നിൽക്കുന്നത് ഒന്ന് പറഞ്ഞു തരണേ, ഒന്ന് അറിയിച്ചു തരണേ. 2-ാമത്തെ അനൗൺസും ചെയ്തപ്പോൾ ജനങ്ങളതാ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ആരും തന്നെ മിണ്ടുന്നില്ല, ആരും തന്നെ സംസാരിക്കുന്നില്ല. അങ്ങനെ 3-ാമത്തെ പ്രാവശ്യവും ജനങ്ങളുടെ 3-ാമത്തെ പ്രാവശ്യം അവിടെ അനൗൺസ് ചെയ്യുകയാണ് ജനങ്ങളോട്, ഓ ജനങ്ങളെ, ഞാനിതാ നാട്ടിലേക്ക് പോയി തിരിച്ചു വരുന്നത് വരെ എനിക്ക് ജാമ്യം ആരാണോ നിൽക്കുന്നത്, അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഹബീബിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, 3 ദിവസത്തിന് വേണ്ടി എനിക്ക് ജാമ്യം നിൽക്കാൻ തയ്യാറുള്ളവരാരാ? ആ സന്ദർഭത്തിലതാ ആ സംഗമത്തിന്റെ ബാക്ക് സൈഡിലൂടെ പിന്നിലൂടെ കൂടെ ഒരാൾ കൈപൊക്കുകയാണ്. അങ്ങനെ അതാ അമീറുൽ മുഅ്മിനീൻ ഓർഡർ ചെയ്യുകയാണ് മുന്നോട്ട് വരാൻ. ആരാണ് കൈപൊക്കിയത്? മുന്നോട്ട് വരാൻ. അപ്പോഴതാ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അത് സൽമാൻ തങ്ങളായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അമ്പരന്നു പോയി. എന്നിട്ടതാ അടുത്ത് വിളിച്ചുകൊണ്ട് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, യാ സൽമാൻ, ഇയാളെ നിങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ടോ? ഇയാളെ വല്ലാത്ത അഡ്രസ്സും നിങ്ങൾക്കറിയാമോ? സൽമാൻ തങ്ങൾ പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ,
ഇയാളെ കുറിച്ച് എനിക്ക് ഒരറിവുമില്ല, ഞാൻ ആദ്യമാണ് ഇയാളെ കാണുന്നത്. ഈ ഒരു കേസുമായി വന്നപ്പോ, ഈ ഒരു കേസുമായി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇയാൾ ഈ കേസ് സമർപ്പിച്ചപ്പോ ഇയാളെ ഞാൻ ആദ്യമാണ് ഈ ഒരു കേസുമായി കണ്ടുമുട്ടുന്നത് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, എന്നാൽ സൽമാനെ, ഏത് വിശ്വാസം വെച്ചിട്ടാണ് ഇയാൾക്ക് നിങ്ങൾ 3 ദിവസത്തിന് ജാമ്യം നിൽക്കുന്നത്? അപ്പോൾ സൽമാൻ തങ്ങൾ പറയുകയാണ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതല്ലേ, ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനിനെ ആക്രമിക്കൂല, മറ്റൊരു മുഅ്മിനെ സംബന്ധിച്ച് കള്ളപ്രചരണം നടത്തൂല, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ വഞ്ചിക്കൂല, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനോട് കളവ് പറയൂല. ആ ഒരു വിശ്വാസം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തത് എന്ന് സൽമാൻ തങ്ങൾ പറയുകയാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു, സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു ഈ ജാമ്യം നിൽക്കുന്ന ഈ വലിയൊരു ദൗത്യവും ഏറ്റെടുത്തപ്പോ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, എന്നാൽ 3 ദിവസത്തേക്ക് ഇവിടെ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു ജാമ്യം ഏറ്റെടുത്ത കാരണം കൊണ്ട് ഇന്ന് നമ്മുടെ സദസ്സ് വിട്ടുപിരിയുകയാണ്. അങ്ങനെയതാ സദസ്സ് വിട്ടുപിരിഞ്ഞു. ജനങ്ങളൊക്കെയും അവരുടെ വീട്ടിലേക്ക് ചെന്നു. സൽമാൻ തങ്ങളും വീട്ടിലേക്ക് ചെന്നു. കൊല ചെയ്ത വ്യക്തി ആളെ നാട്ടിലേക്ക് തിരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും വല്ലാത്തവര് പേടിയാണ്. പാവം നിരപരാധിയായ സൽമാൻ അവിടുന്ന് കൊല ചെയ്യാൻ വിധേയമായി പോകുമോ? സൽമാൻ തങ്ങളെ കൊല ചെയ്യുമോ? ഒരു തെറ്റും ചെയ്യാത്ത സൽമാനിനെ വധിച്ചു പോകുമോ? സൽമാൻക്കായിരിക്കുമോ ഖിസാസ് എന്നെല്ലാവരും പേടിക്കുകയാണ്. അങ്ങനെയതാ ഒരു ദിവസം കഴിഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം അസറിനാണ് ഞാൻ എത്തുമെന്ന് പറഞ്ഞത്. ഒരു ദിവസം കഴിഞ്ഞു. അങ്ങനെയതാ 2 ദിവസവും കഴിഞ്ഞു. 3-ാമത്തെ ദിവസം അവിടുന്ന് സുബ്ഹി വാങ്ക് കേൾക്കുന്നു. സുബ്ഹിയും നിസ്കരിച്ചു. ജനങ്ങളെല്ലാം ഉപദേശങ്ങളൊക്കെ കേട്ട് പിന്തിരിഞ്ഞു. അവിടുന്ന് ളുഹറിന്റെ സമയമായി. ളുഹറിലെ സമയമായപ്പോൾ ളുഹറിന് അവിടുന്ന് പള്ളിയിലേക്ക് വരികയാണ്. പക്ഷേ ഈ കൊല ചെയ്ത വ്യക്തിയെ കാണാറില്ല. ഈ വ്യക്തിയെ കാണുന്നില്ല. ളുഹുർക്കെങ്കിലും എത്തുമെന്ന് വിചാരിച്ചതാണ്. കാരണം അസർക്കാണ് ശിക്ഷ നടപടിയിലാക്കുന്നത്. ശിക്ഷ നടപ്പിൽ വരുന്നത് അസർ നമസ്കരിച്ചിട്ടാണ്. പക്ഷേ ളുഹുർക്കാണെങ്കിലും എത്തും വിചാരിച്ചു. പക്ഷേ ളുഹുർക്ക് കാണുന്നില്ല. അങ്ങനെയതാ അസറിന്റെ സമയമായി. അസർ ബാങ്ക് കൊടുത്തു. അവിടുന്ന് കൊല ചെയ്ത വ്യക്തിയെ കാണുന്നില്ല. ജനങ്ങളൊക്കെയും പള്ളിയിലേക്ക് വന്നു. പ്രത്യേകമായ ഒരു ചടങ്ങുണ്ടല്ലോ, അത് ഖിസാസ് നടപ്പിലാക്കുക എന്നുള്ള വിഷയമാണ്. എല്ലാവരുടെയും വിശ്വാസം അവിടുന്ന് ചഞ്ചലമാവുകയാ. എന്ത് സംഭവിക്കും, എന്തിവിടെ നടക്കുമെന്ന് എല്ലാവരുടെയും ഹൃദയത്തിൽ വല്ലാത്ത ദുഃഖവും ബേജാറുമാണ്. അങ്ങനെ അസർ നമസ്കാരത്തിന് വന്ന ജനങ്ങളൊക്കെ വിചാരിച്ചു, ഞങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് മസ്ബൂക്കായിട്ടാണെങ്കിലും അയാൾ പിന്നിലുണ്ടാകും, ആ കൊല ചെയ്ത വ്യക്തി ഇവിടെ എത്തിച്ചേരുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ അസർ നമസ്കാരവും കഴിഞ്ഞു. പക്ഷേ ഈ വ്യക്തിയെ കാണാറില്ല. അങ്ങനെ അസർ നമസ്കാരവും കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയിൽ എഴുന്നേറ്റ് പറയുകയാ, ഓ ജനങ്ങളെ, ഇന്ന് നാം വാഗ്ദത്തം ചെയ്തതായ സമയം ദിവസം ഇന്ന് അസർ നമസ്കരിച്ചിട്ടാണ്. ആയതുകൊണ്ട് വധിക്കുന്ന മൈതാനത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരണം. അങ്ങനെയതാ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി. അവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ ഈ വ്യക്തിയെ കാണാറില്ല. അല്പനേരം അവിടുന്ന് പ്രതീക്ഷിച്ചു വരുമോ എന്ന്. പക്ഷേ ഈ കൊല ചെയ്ത വ്യക്തിയെ കാണുന്നില്ല.
കൊല ചെയ്ത ആൾക്ക് പ്രതികാരമായി തിരിച്ചു കൊല ചെയ്യുന്ന സമയം അതിക്രമിച്ചു പോയി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു ആ സ്ഥലത്തിലേക്ക്, വധിക്കപ്പെടുന്ന സ്ഥലത്തിലേക്ക് വരുന്നത്. എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണീര് ഒഴുകുകയാണ്. വല്ലാത്ത ഒരു നിമിഷമാണ്, അനർഘ്യമായ നിമിഷമാണ്. എല്ലാവരും വല്ലാത്ത വെപ്രാളത്തിലാണ്. എന്ത് തെറ്റ് ചെയ്ത കാരണത്തിനാണ് സൽമാനെ കൊല ചെയ്യപ്പെടുക എന്നുള്ള വെപ്രാളമാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പൊ ഞാൻ ഇൻഷാ അല്ലാഹ് ഈ ചരിത്രം ഞാൻ പൂർത്തിയാക്കി പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇന്ന് പരസ്പരം വിശ്വാസം എന്നുള്ളത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോടുള്ള പരസ്പരമുള്ള സ്നേഹം ഇല്ലാതെയാകുമ്പോൾ മനുഷ്യർക്ക് പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാ? ആ വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ തെറ്റുകൾ എന്താണ്? മനുഷ്യനെ പരസ്പരം ഗീബത്ത് പറയുക, ഫസാദ് ഉണ്ടാക്കുക, കള്ളപ്രചരണങ്ങൾ നടക്കുക, വാക്ക് കൊടുത്താൽ പാലിക്കാതിരിക്കുക, വിശ്വാസത്തിൽ ഏതെങ്കിലും കാര്യം ഏൽപ്പിച്ചു കൊടുത്താൽ അതിനെ ചെയ്യാതിരിക്കുക, ഈ തന്നിട്ടേ ഇല്ല എന്ന് പറയുക, അതല്ലെങ്കിൽ കള്ളത്തരം മാത്രം പറയുക. ഇത് മനുഷ്യരിലേക്ക് ഒരു ഹോബിയായി മാറിയിരിക്കുകയാണ്. നിത്യവും മനുഷ്യന്റെ ഒരു സൽക്കർമ്മം പോലെ മനുഷ്യനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ കുന്ന ഫീഹി അർബഉ ഖിസാൽ കാന മുനാഫിഖൻ ഖാലിസാ. ഒരുത്തനിൽ 4 കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഒറിജിനൽ മുനാഫിഖാണ്. ഒരുത്തനിൽ 4 സ്വഭാവം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ഒറിജിനൽ 100% മുനാഫിഖാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മുനാഫിഖിന്റെ ശിക്ഷ എന്താണ്? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഓർമ്മപ്പെടുത്തത്, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. മുനാഫിഖീങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്, നരകത്തിന്റെ അടിയിലാണ് മുനാഫിഖീങ്ങൾ. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരുത്തനിൽ 4 സ്വഭാവമുണ്ടായി കഴിഞ്ഞാൽ അവൻ ഒറിജിനൽ മുനാഫിഖാണ്. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇദാ ഹദ്ദസ കദബാ, വായ തുറക്കൽ കളവ്, കളവല്ലാതെ പിന്നെ ഒന്നും പറയൂല. നിങ്ങൾ നോക്കൂ, ഇന്ന് കളവ് പറയാത്ത ആൾക്കാർ നമ്മുടെ ഇടയിൽ എത്ര പേരാണുള്ളത്? വല്ലാത്ത വ്യാപിച്ചിരിക്കുകയാണ് കളവ് പറയുക എന്നുള്ളത്. കളവ് പറയാൻ കൂടുതൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു യന്ത്രമാണ് എന്ത്? മൊബൈൽ. വല്ലാത്ത ഒരു സംഭവമാണ്. എത്ര ദിവസത്തിന് എത്ര കളവ് പറയിപ്പിക്കുന്നു എന്നറിയോ? നാം മംഗലാപുരത്തുണ്ടെങ്കിൽ നാം ആരെങ്കിലും ഫോൺ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എവിടെയുള്ളത്? മംഗലാപുരത്താ ഉള്ളത്, പക്ഷെ ഇവൻ പറയുന്നത് ബാംഗ്ലൂരിലുണ്ട്. വെറുതെ കളവ് പറയുന്ന ഒരു സ്വഭാവം ഇന്ന് വളരെ വ്യാപകമായിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഗ്ലാസിൽ ഒരു അല്പം മദ്യം കല്ല് ഒഴിച്ചു കൊടുത്താൽ അതിനെ കുടിക്കാൻ തയ്യാറുണ്ടോ? ഇല്ല എന്ന് പറയും. എന്തേ ഇല്ലാത്തത്? ഹറാമാണ്, പറ്റൂല, അത് പറ്റൂല, അല്ലാഹ് ശിക്ഷിച്ചു കളയും. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വെറുതെ അനാവശ്യമായി കളവ് പറയലും ഹറാമ് തന്നെ. അനാവശ്യമായി കളവ് പറയലും ഹറാമാണ്. ചില മസ്ലഹത്തിന് വേണ്ടി, ചില ആവശ്യത്തിന് വേണ്ടി ഇസ്ലാം അംഗീകരിക്കുന്ന ശരീഅത്ത് നമുക്ക് സമ്മതിച്ചു തരുന്ന ചില കാര്യങ്ങൾക്കല്ലാതെ കളവ് പറയാൻ പറ്റൂല. അതെന്താണ്? ഒരു ഹുർമത്തായ ഒരു ജീവിയെ രക്ഷപ്പെടുത്തണം, അതിനു വേണ്ടി നമുക്ക് കളവ് പറയാം. അതെങ്ങനെ? ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ ഒരുത്തൻ കൊല ചെയ്യാൻ വേണ്ടി വാളുമായി ഓടിച്ചുകൊണ്ട് വരികയാണ്. ഓടിച്ച് ഈ വ്യക്തി ഓടി വന്നുകൊണ്ട് നമ്മുടെ വീട്ടിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങാടിന്റെയോ ഉള്ളിൽ വന്ന്
പ്രവേശിച്ചു പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ, കൊല ചെയ്യാൻ വേണ്ടി എന്റെ ബാക്കിലൂടെ ഒരാള് വരുന്നുണ്ട്, എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോ പറ്റൂല പറ്റൂല എന്ന് പറയരുത്, അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ഹുർമത്തുള്ള ജീവിയാണല്ലോ മനുഷ്യൻ. അവിടെ മുസ്ലിം ആകണമെന്നുള്ള ഷർത്തില്ല, ഒരു മനുഷ്യനായാൽ മതി, അവനെ രക്ഷപ്പെടുത്താം. ആ സമയത്ത് അല്പനേരം കഴിഞ്ഞ് ഇവനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി വീട്ടിലെ ഉള്ളിലിരുത്തി. അല്പനേരം കഴിഞ്ഞപ്പോ ആ വാളും പിടിച്ച് ഇയാളെ ബാക്കിലൂടെ പിന്തുടർന്ന ആള് വരുന്നു, വന്ന് ചോദിക്കുകയാണ് ഇയാളോട്, അവനെവിടെ? ആര്? ഇപ്പം വന്നല്ലോ, പാഞ്ഞോണ്ട് വന്നല്ലേ, ഓടിയോണ്ട് വന്നല്ലോ, അയാൾ എവിടെയാ? ഇവൻ വലിയ ആളായി, കളവ് പറയാൻ പറ്റൂല, സത്യം പറയില്ല, ഇവിടെ ഉണ്ട് എന്ന് പറയാൻ പറ്റൂല, ഇയാൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കളവ് പറയാം, കളവ് പറയൽ നിർബന്ധമാണ്. ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ കളവ് പറഞ്ഞേ പറ്റൂ, രക്ഷപ്പെടുത്താൻ വേണ്ടി ആ സമയത്തിൽ കളവ് പറയാം. ഇങ്ങനെയുള്ള സാഹചര്യം. അതുപോലെ തന്നെ രണ്ടാൾക്കാർക്കിടയിൽ എന്തോ വിഷയത്തിൽ തർക്കമുണ്ടായി, കുഴപ്പമുണ്ടായി, ദ്വേഷത്തിലിരിക്കുകയാണ്, ചൊടിച്ചിരിക്കുകയാണ്, രണ്ടാൾക്കാരും സംസാരിക്കുന്നില്ല, സംസാരമില്ല. ഇവർ രണ്ടാളെടുക്കും മസ്ലഹത്തുണ്ടാക്കണം, ഇവർ രണ്ടാൾക്കാരെയും പിർസ ഉണ്ടാക്കണം, റാജി ഉണ്ടാക്കണം. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവരെ നന്നാക്കാൻ, ഇവരെ നേരിൽ പോയാൽ നമുക്ക് നന്നാക്കാൻ പറ്റുന്നില്ല, പിന്നെന്താക്കാം? എന്തെങ്കിലും കളവ് പറഞ്ഞ് നന്നാക്കാൻ പറ്റും. അതെങ്ങനെ കളവ് പറയാം? ഇവർക്ക് രണ്ടാൾക്കാണ് ശരിയില്ലാത്തത്, ഇവർ രണ്ടാളും സംസാരിക്കുന്നില്ല, ഒരേ സമയമായി കണ്ടാ പറ്റുന്നില്ല, രണ്ടാളും പരസ്പരം മിണ്ടുന്നില്ല, സംസാരിക്കില്ല, ഒന്നുമില്ല. പാമ്പും കീരി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അതുപോലെയാണ് കണ്ടാൽ. അപ്പോ ഇവർ രണ്ടാലും നമുക്ക് ശരിയാക്കണം. അപ്പൊ എന്ത് പറയാം? ഇവൻ മധ്യസ്ഥനായിക്കൊണ്ട് ഇവനോട് വന്ന് പറയാം, അവൻ ഇവനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ ഇവനക്ക് പറയാം, അവൻ നിന്നെ സംബന്ധിച്ച് വല്ലാത്ത മദ്ഹ് പറയുന്നുണ്ട്, നിന്നെ വല്ലാത്ത പുകഴ്ത്തി പറയുന്നുണ്ട്, നിന്നോട് വല്ലാത്ത സ്നേഹമാണ്, നിന്നോട് വല്ലാത്ത സ്നേഹമാണ്, എന്തോ ഒരു ചില്ലര കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇയാൾ ദേഷ്യപ്പെട്ടത്, നിനക്കൊന്ന് നന്നായിക്കൂടെ? അപ്പൊ അയാൾ ഇത് പറഞ്ഞിട്ടേ ഇല്ല, സംഭവം അയാള് പറഞ്ഞിട്ടില്ല, പക്ഷെ കളവ് പറഞ്ഞതാണ് നന്നാക്കാൻ വേണ്ടിട്ട്. അപ്പൊ അയാളോട് വന്നിട്ട് ഇയാൾക്ക് ഈ മധ്യസ്ഥൻ എന്ത് പറയാം? അയാളുണ്ടല്ലോ നിന്നെ വല്ലാത്ത സ്നേഹിക്കുന്നു കേട്ടോ, നിന്നോട് വല്ലാത്ത സ്നേഹമാണ്, നിന്നെ സംബന്ധിച്ച് എല്ലാ സമയത്തും മദ്ഹ് പറയും, എന്തോ ഒരു വിഷയത്തിൽ ചെറിയൊരു കുഴപ്പമുണ്ടായത് മാത്രമേ ഉള്ളൂ അയാൾക്ക് പ്രശ്നം, നിങ്ങൾക്കൊന്ന് നന്നായി കൂടെ? ഇങ്ങനെ പരസ്പരം കളവ് പറഞ്ഞ് നന്നാക്കാം മസ്ലഹത്തിന് വേണ്ടി. ഇങ്ങനെയുള്ള മസ്ലഹത്തിനല്ലാതെ കളവ് പറയാൻ പറ്റൂല. ഇസ്ലാം കർക്കശമായി വിരോധിച്ച കാര്യമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ മഅസ്സാദിഖീൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ സത്യം പറയുന്നവരെ കൂടെയുണ്ടാകണം കേട്ടോ, കളവ് പറയുന്നവരെ കൂട്ടത്തിലുണ്ടാകരുതേ. സത്യം പറയണം, സത്യം എവിടെ പോയാലും വിജയിപ്പിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? നീ പറയുന്നെങ്കിൽ സത്യമേ പറയാവൂ, കളവ് പറയരുത്. ഇൻകാന മുർറ, അത് എത്ര കൈപ്പുള്ളതാണെങ്കിലും ശരി, നീ സത്യമേ പറയാവൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ ചുരുക്കുന്നു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ ഹദ്ദസ കദബ, വായ് തുറക്കുന്നത് കളവാണ്. പിന്നൊരു കാര്യമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, വിശ്വാസത്തിന് എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ വഞ്ചനവ് നടത്തുക, വഞ്ചിക്കുക, ഇത് മുനാഫിഖിന്റെ ലക്ഷണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കടം കൊടുത്തു, പക്ഷേ നമ്മുടെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ആത്മീയമായ ഈ സദസ്സിൽ നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി ഉസ്താദ് അവരെ എത്തിച്ചേർന്നിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താൻ പോവുകയാണ്.
അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യമാണ് വഇദാ വഅദ അഖ്ലഫ. ഒരു കാര്യം വാഗ്ദാനം ചെയ്താൽ അതിനെ മാറ് കാണിക്കുക, അതിനെ ചെയ്യാതിരിക്കുക. അതെങ്ങനെയാണ്? ഇവൻ പറയുകയാണ്, നാളെ കൃത്യം 10 മണിക്ക് നീ ഇവിടെ ഉണ്ടാകണം. നീ ഇവിടെ വന്നില്ല എങ്കിൽ എന്റെ പണി പോവും, എന്റെ ശമ്പളം മുടങ്ങും, ഞങ്ങൾക്ക് പിന്നെ പണിയെടുക്കാൻ പറ്റൂല, നീ വന്നേ പറ്റൂ. പക്ഷേ പിറ്റേ ദിവസം 10 മണിയാകുമ്പോ ഇയാള് വരുന്നില്ല. 10 മണിയും കഴിഞ്ഞു, 12 മണിയും കഴിഞ്ഞു, 1 മണിയും കഴിഞ്ഞു, അസറും കഴിഞ്ഞു, പക്ഷേ കാണാനില്ല. അതേ വാക്ക് കൊടുത്താൽ അതിനെ പാലിക്കുന്നില്ല. ഇത് മുനാഫിഖിന്റെ ലക്ഷണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇങ്ങനെ 3 കാര്യമുണ്ടാകുന്നവൻ അവൻ ഒറിജിനൽ മുനാഫിഖാണ്. കാന മുനാഫിഖൻ ഖാലിസ. ഇദാ ഹദ്ദസ കദബ വഇദ ഉത്മിന ഖാന വഇദാ വഅദ അഖ്ലഫ. വായ തുറക്കൽ കളവ്. വിശ്വാസത്തിന് ഏതെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതിനെ വഞ്ചന നടത്തുക. അതേപോലെ വാക്ക് കൊടുത്താൽ അതിനെ പാലിക്കാതിരിക്കുക. ഈ 3 കാര്യം ഒരുത്തനെ മുനാഫിക്കാക്കി കളയുന്ന, ഒറിജിനൽ മുനാഫിക്കാക്കി കളയുന്ന കാര്യമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു സൽമാൻ തങ്ങളെ വധിക്കാൻ വേണ്ടി ജാമ്യം നിന്ന സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കാൻ വേണ്ടി തൂക്കുമരത്തിലേക്ക് കയറ്റാൻ വേണ്ടി തയ്യാറായി കൊണ്ടിരിക്കുന്ന സമയം അവിടുന്ന് കുതിരപ്പുറത്ത് ഒരാള് വരികയാ. ഒരാള് വന്നുകൊണ്ട് പറയുന്നു, ഹാദിർ 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 എന്ന് പറയുകയാ. ഇതാ ഞാൻ എത്തിയിട്ടുണ്ട്, ഞാൻ ഹാജരായി എന്ന് പറയുകയാ. അങ്ങനെ അതാ അല്പസമയം കഴിയുമ്പോ അവിടുന്നതാ ഈ കൊല ചെയ്ത ആള് വന്നെത്തുകയാ. വന്നെത്തിട്ടതാ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് അവിടുന്ന് വരികയാണ്. ഈ കൊല ചെയ്ത ആള് വന്നുകൊണ്ട് അവിടുന്നതാ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, വരാൻ, എനിക്കിവിടെ എത്തിച്ചേരാൻ, ഞാൻ പറഞ്ഞ സമയത്ത് എത്തിച്ചേരാൻ എനിക്ക് അല്പം വൈകിപ്പോയതിൽ ഞാൻ വല്ലാത്ത ക്ഷമ ചോദിക്കുന്നു. ഞാനിതാ എന്റെ ഭാര്യയെയും മക്കളെയും ഞാൻ ആശ്വസിപ്പിച്ച് വരുമ്പോ, ഞാനിതാ അവരോട് സന്തോഷം പങ്കുവെച്ച് വരുമ്പോ ഞാൻ അല്പം വൈകിപ്പോയി. എനിക്ക് നിങ്ങൾ മാപ്പ് ചെയ്യണേ. എന്നെ ഇതാ ഇനി കൊല ചെയ്യാൻ ഞാൻ സമ്പൂർണമായി തയ്യാറായിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് ഈ 2 മക്കളും, ആ കൊല ചെയ്യപ്പെട്ട ആളുടെ മക്കൾ നോക്കി നിൽക്കുന്നത്. ആ സമയത്തതാ ഈ മക്കൾ പറയുകയാണ്, ഈ രംഗം നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞങ്ങളിതാ ഈ വ്യക്തിക്ക് മാപ്പ് നൽകിയിട്ടുണ്ട്. അയാളെ നിങ്ങൾ കൊല ചെയ്യരുതേ, കൊന്നുകളയരുതേ. ഞങ്ങൾ അയാൾക്ക് സമ്പൂർണമായി മാപ്പ് നൽകിയിട്ടുണ്ട് എന്നവിടുന്ന് പറഞ്ഞപ്പോ, അതാ ഇത്രയും നല്ല വ്യക്തിക്ക് ഞങ്ങൾ മാപ്പ് നൽകിയിട്ടുണ്ട്, ഞങ്ങളെ അയാൾക്ക് പൊരുത്തു കൊടുത്തിട്ടുണ്ട്, അയാളെ നിങ്ങൾ വെറുതെ വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഈ 3 വിഷയങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. വായ തുറക്കൽ കളവ്. അതേ, ഞാൻ പറഞ്ഞു, ഈ സന്ദർഭത്ത് പോലും അയാൾക്ക് വാക്ക് കൊടുത്തിട്ട് വാക്കിനെ പാലിക്കാതിരിക്കാനുള്ള നല്ല സന്ദർഭം ഉണ്ടായി. പക്ഷേ കളവ് പറഞ്ഞിട്ട് ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള സന്ദർഭവും ഉണ്ടായി. മാത്രമല്ല, വിശ്വാസത്തിന് ഒരാളെ ജാമ്യം നിർത്തി, പക്ഷേ അതിനും വഞ്ചിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഇയാൾ അതൊന്നും നടത്താതെ കൃത്യമായ സമയത്തിൽ എത്തി യഥാർത്ഥമായ വിശ്വാസിയുടെ ആ സ്വഭാവം അവിടെ പ്രകടിപ്പിച്ചു. മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പോലും ആ ഇസ്ലാമിന്റെ നിയമം അവിടെ പാലിച്ചതുകൊണ്ട് അള്ളാഹു ഉന്നതമായ വിജയം അയാൾക്ക് നൽകി. വലിയ കുടുക്കിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. ആയതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് പരസ്പരം സ്നേഹമുണ്ടാകണം, പരസ്പരം
പരസ്പരം സ്നേഹമുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സ്നേഹശൂന്യതയാണ് നമുക്ക് വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തി എന്റെ പ്രസംഗത്തെ ഞാൻ ഉപസംഹരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട്